ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ലോക്സഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. മോദി സർക്കാർ രാജ്യത്തെ ട്രംപിന് വിറ്റെന്നും ലജ്ജാകരമെന്നും രാഹുൽ തുറന്നടിച്ചു. കരാർ പൂർണ്ണമായ കീഴടങ്ങലാണെന്നും രാജ്യത്തിന്റെ ഭാവിയെ പണയപ്പെടുത്തിയെന്നും രാഹുൽ പറഞ്ഞു. മുൻപ് ഒരു പ്രധാനമന്ത്രിയും ഇങ്ങനെ ചെയ്തിട്ടില്ല, ഇനി വരുന്ന പ്രധാനമന്ത്രിമാരും ഇങ്ങനെ ചെയ്യില്ലെന്നും രാഹുൽ. That you have sold India. Are you not ashamed of selling India? Do you have no shame of selling India? You have sold our mother. You know why he sold India? Because they are choking him. Mr. Rahul, address to the chair, please. He has sold India because they are choking him. They've got a grip on his neck. എപ്സ്റ്റീൻ വിഷയവും ലോക്സഭയിൽ ഉന്നയിച്ച് രാഹുൽ ഗാന്ധി. കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെയും അനിൽ അംബാനിയുടെയും പേര് അമേരിക്കൻ ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട രേഖകളിൽ ഉണ്ടെന്ന് ബജറ്റ് ചർച്ചയിൽ രാഹുൽ പറഞ്ഞു. There is a businessman called Mr. Anil Ambani. I want to ask the question, why is he not in jail? The reason he's not in jail is because his name is in the Epstein files. That's why he's not in jail. Rahul ji, जो भी I'd also like to ask Mr. Hardeep Puri, who introduced him Mr. Chair to Epstein. Mr. Rahul, no. I know who introduced him. രാഹുലിന്റെ പ്രസംഗത്തിനിടെ പലതവണ ചെയറും ഭരണപക്ഷവും ഇടപെട്ടു. ബജറ്റുമായി ബന്ധപ്പെട്ട് സംസാരിക്കൂ എന്ന് രാഹുലിനോട് ചെയർ പറഞ്ഞു. അനാവശ്യവും അടിസ്ഥാനരഹിതവുമായ കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പറയുന്നതെന്ന് ഭരണപക്ഷം കുറ്റപ്പെടുത്തി. All the points he has made have serious repercussion. He must authenticate on all the allegations he has made. भारत आगे बढ़ने से कांग्रेस दुखी हो जाते हैं, इसी से तो हम लोग का चिंता है. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. ബൽറാം, സഭയിൽ സംസാരിക്കാൻ അനുമതി നൽകിയതിന് നന്ദി പറഞ്ഞുകൊണ്ടാണ് രാഹുൽ തുടങ്ങിയത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആഞ്ഞടിക്കുകയായിരുന്നു സർക്കാരിനെതിരെ. ഒപ്പം വ്യാപാര കരാർ ഉന്നയിക്കുന്നു. അതോടൊപ്പം തന്നെ അതിൽ മോദിയെ എന്തുകൊണ്ട് ഇവർ സമ്മർദ്ദത്തിലാക്കുന്നു, കരാറിൽ ഒപ്പിടാനുള്ള കാരണം, അതിൽ രൂക്ഷമായ വിമർശനം. എപ്സ്റ്റീൻ ഫയൽ ഉന്നയിക്കുന്നു. ഇതിനിടയ്ക്കൊക്കെ സ്പീക്കർ ഇടപെടുന്നു, പലവട്ടം കേന്ദ്രമന്ത്രിമാർ ഇടപെടുന്നു. അങ്ങനെ സംഘർഷഭരിതമായിരുന്നു ഇന്നും സഭാതലം. പറയൂ കൂടുതൽ വിവരങ്ങൾ. സ്മിത, കഴിഞ്ഞ 7 ദിവസം രാഹുൽ ഗാന്ധിക്ക് സംസാരിക്കാൻ അവസരം ലഭിക്കാത്തതിനെതിരായ പ്രതിപക്ഷ പ്രതിഷേധം പാർലമെന്റിലെ ലോക്സഭയിലുണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹത്തിന് സംസാരിക്കാൻ അവസരം ലഭിച്ചിരിക്കുന്നു. അത് ബജറ്റിന്മേലുള്ള പൊതുചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഇന്ന് ലോക്സഭയിൽ സംസാരിച്ചത്. ആ ഒരു അവസരത്തിൽ കൃത്യമായി തന്നെ രാഹുൽ ഗാന്ധി ഭരണപക്ഷത്തെ, കേന്ദ്ര സർക്കാരിനെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കടന്നാക്രമിച്ചിരിക്കുക തന്നെയാണ്. ബജറ്റിനെ കുറിച്ച് അദ്ദേഹം 1-2 വാക്കുകളിൽ മാത്രമാണ് പരാമർശങ്ങൾ നടത്തിയത്. ഈ നിലവിലുള്ള ഊർജ ഒപ്പം തന്നെ സാമ്പത്തിക സായുധവൽക്കരണത്തെക്കുറിച്ച് ബജറ്റിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി നേരിട്ട് തന്നെ ഈ ഇന്ത്യ-US വ്യാപാര കരാർ വിഷയത്തിലേക്ക് കടക്കുകയായിരുന്നു. ഇന്ത്യ-US വ്യാപാര കരാർ അത് US-നും അമേരിക്കയ്ക്കും ഇടയിൽ ഏറ്റവും വലിയ മൂല്യമുള്ള ആസ്തിയായി മാറുന്നത് ഇന്ത്യൻ ഡാറ്റയാണ് എന്നും അമേരിക്കയ്ക്ക് സൂപ്പർ പവറായി തുടരണമെങ്കിലും ഡോളറിന്റെ മൂല്യം പിടിച്ചു നിർത്തണമെങ്കിലും ഇന്ത്യൻ ഡാറ്റ ആവശ്യമാണെന്നും പറഞ്ഞ രാഹുൽ ഗാന്ധി ഈ ഇന്ത്യ സഖ്യമായിരുന്നു ട്രംപുമായി ചർച്ച നടത്തുന്നത് എങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ കാര്യം ഈ ഡാറ്റ ആകുമായിരുന്നു എന്നും അത് മുന്നോട്ട് വെച്ചായിരിക്കും വിലപേശൽ നടത്തുക എന്നും ഇന്ത്യയുടെ താല്പര്യങ്ങൾ പൂർണ്ണമായും സംരക്ഷിക്കപ്പെടുമായിരുന്നു എന്നുമുള്ള വിമർശനങ്ങൾ നടത്തി. അതേസമയം ഈ നിലവിൽ ഉള്ള കരാർ അത് US-ന് മുന്നിലുള്ള കീഴടങ്ങൽ എന്നാണ് രാഹുൽ ഗാന്ധി വിശേഷിപ്പിച്ചത്. ഡിജിറ്റൽ നികുതിക്ക് പരിധി വെച്ചു. ഒപ്പം തന്നെ സോഴ്സ് കോഡുകൾ വെളിപ്പെടുത്തേണ്ടതില്ല. 20 വർഷത്തേക്ക് നികുതി ഇളവ് അടക്കമുള്ള വലിയ ആനുകൂല്യങ്ങൾ, ഇളവുകളാണ് ഈ കരാറിലൂടെ US സ്വന്തമാക്കിയിരിക്കുന്നത് എന്നും അതേസമയം 3% മാത്രമുണ്ടായിരുന്ന ശരാശരി താരിഫ് 18% വർദ്ധിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് എന്നും 6 ഇരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ താരിഫ് 16-ൽ നിന്നും 0 കുറയ്ക്കുകയാണ് ഇന്ത്യ ചെയ്തിരിക്കുന്നത് തുടങ്ങിയ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചു. ഒപ്പം തന്നെ ഇനി ഇന്ത്യ ആരിൽ നിന്നും എണ്ണ വാങ്ങണം എന്ന് തീരുമാനിക്കുന്നത് അമേരിക്കയാകുമെന്നും സോയാബീൻ, ചുവന്ന മണിച്ചോളം അടക്കമുള്ള ധാന്യങ്ങൾക്ക് തീരുവ ഇളവ് കൊടുത്തു വാതിൽ തുറന്നു കൊടുത്തതോടെ രാജ്യത്തെ കർഷകരെ പോലും വിറ്റിരിക്കുകയാണ് പ്രധാനമന്ത്രി എന്നും
രാഹുൽ ഗാന്ധി വിമർശിച്ചു. ലജ്ജാകരം എന്നാണ് രാഹുൽ ഗാന്ധി ഈ ഒരു കരാറിനെ വിശേഷിപ്പിച്ചത്. ഇത്തരത്തിൽ ചെയ്യാൻ നിങ്ങൾക്ക് ലജ്ജയില്ലേ എന്ന വിമർശനമുയർത്തി പലതവണ രാഹുൽ ഗാന്ധിയുടെ ലജ്ജാകരം എന്ന പരാമർശമടക്കം രാഹുൽ ഗാന്ധി ഉപയോഗിച്ച പല പരാമർശങ്ങൾക്കുമെതിരെ ഭരണപക്ഷത്തിൽ നിന്നും എതിർപ്പുകൾ ഉയർന്നിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.